എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ ജ്യോതിഷ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാനിന്ന് പറയുന്ന ജ്യോതിഷ വിഷയം മകരമാസത്തെ രാശിക്കൂറ് ഫലമാണ് ഞാൻ പറയുന്നത്. അതായത് 2026 ജനുവരി 15 മുതൽ ഫെബ്രുവരി 12 വരെയുള്ള മകരമാസത്തെ രാശിക്കൂറ് ഫലമാണ് ഞാനിന്ന് ഇവിടെ പറയുന്നത്. അപ്പം മകരമാസത്തിൽ രാശിചക്രത്തിൽ ഗ്രഹങ്ങൾ എവിടെയെല്ലാം നിൽക്കുന്നു എന്ന് നോക്കാം. അങ്ങനെ ആ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചുള്ള രാശിക്കൂറ് ഫലമാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. മകരമാസത്തിലെ രാശിചക്രമാണ് എൻ്റെ കയ്യിലുള്ളത്. മകരമാസത്തിലെ രാശി, ഏതെല്ലാം രാശികളിൽ ഏതെല്ലാം ഗ്രഹങ്ങൾ നിൽക്കുന്നതിന്റെ ഒരു ചാർട്ടാണിത്. അപ്പോൾ മകരമാസത്തിൽ ഗ്രഹങ്ങൾ എവിടെയൊക്കെയാണ് നിൽക്കുന്നത്? വേഴം സർവേശ്വര ഗ്രഹം, വേഴം മിഥുനൻ രാശിയിലാണ് നിൽക്കുന്നത്. ശനി മീനൻ രാശിയിലാണ് നിൽക്കുന്നത്. ശനി അതേപോലെ തന്നെ രാഹു, അതായത് സർപ്പം, രാഹു നിൽക്കുന്നത് കുംഭൻ രാശിയിലാണ്. അത് ശനിയുടെ രാശിയിലാണ്. കേതു നിൽക്കുന്നത്, കേതു എന്ന് പറഞ്ഞ് ശിഖി എന്ന് പറയും. അപ്പൊ ശിഖി നിൽക്കുന്നത് ചിങ്ങൻ രാശിയിൽ, അത് സൂര്യന്റെ രാശിയിലാണ് കേതു നിൽക്കുന്നത്. പിന്നെ മകരൻ രാശിയിൽ നിൽക്കുന്നത് ആരൊക്കെയാണ്? സൂര്യൻ, ശുക്രൻ, ബുധൻ, കുജൻ എന്ന് പറഞ്ഞ ചൊവ്വ. അപ്പൊ ചൊവ്വ ഈ മകരൻ രാശിയിലും, അതേപോലെ തന്നെ ബുധനും ശുക്രനും സൂര്യനും ഈ മകരൻ രാശിയിലും നിൽക്കുന്നു. അപ്പൊ ഗ്രഹങ്ങൾ ഓരോരോ രാശികളിൽ മകരമാസത്തിൽ ഓരോരോ രാശികളിലായിട്ട് നിൽക്കുന്നതിന്റെ ഫലമായി ഉണ്ടാകുന്ന ഗോചര ഫലമാണ് ഞാനിത് ഇവിടെ പറയുന്നത്. അപ്പൊ ഈ ഗോചര ഫലം എന്തൊക്കെ ആരിൽ എങ്ങനെയൊക്കെ പ്രതിഫലിക്കും എന്ന് പറയാം. ഈ തുലാക്കൂറിന്റെ ഫലമാണ് ഞാൻ ആദ്യം പറയുന്നത്. തുലാക്കൂർ. അപ്പൊ തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ, തുലാക്കൂറിന്റെയും വൃശ്ചികക്കൂറിന്റെയും ധനുക്കൂറിന്റെയും ഫലമാണ് ഞാനിവിടെ ഇപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത്. മറ്റ് കൂറുകാരുടെ ഫലമൊക്കെ ഞാൻ നേരത്തെ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞു. ബാക്കി വരുന്ന 3 കൂറുകാരുടെ ഫലം അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. അപ്പം മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ തുലാക്കൂറുകാരെ സംബന്ധിച്ച് അവർക്ക് എന്താണ് ഈ മകരമാസത്തിൽ എന്താണ് ഉണ്ടാകുന്നതെന്ന് നോക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിര, അര, ചോതി, വിശാഖം, കാലി. വിശാഖം കാലല്ല, വിശാഖം മുക്കാലി. തുലാക്കൂറിൽ വരുന്ന ചിത്തിര, അര, ചോതി, വിശാഖം, മുക്കാലി. ഈ നക്ഷത്രങ്ങളാണ് ഈ തുലാക്കൂറിൽ വരുന്നത്. ഇവർക്ക് വേഴം 9 ഭാഗ്യസ്ഥാനത്താണ് നിൽക്കുന്നത്. വേഴം 9. അപ്പൊ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന വേഴം 9, അതായത് മിഥുനൻ രാശിയിലാണ് വേഴം നിൽക്കുന്നത്. മിഥുനൻ രാശിയിൽ നിൽക്കുന്ന വേഴം വക്രഗതിയിലാണ് നിൽക്കുന്നത്. ഇപ്പോ ജൂൺ 2 വരെയും വേഴത്തിന് വക്രഗതിയുണ്ട്. അപ്പൊ വക്രഗതിയിൽ നിൽക്കുന്ന വേഴം ഭാഗ്യസ്ഥാനത്താണ് ഇവരെ സംബന്ധിച്ച് നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഇവരെ സംബന്ധിച്ച് ധനകാരകനായ വേഴമാണ് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത്. തീർച്ചയായിട്ടും ധനപരമായ നേട്ടം ഈ മാസത്തിൽ ഇവർക്കുണ്ടാവും. അതുകൂടാതെ ഭാഗ്യാനുഭവങ്ങൾ പലതും ഇവരുടെ മുന്നിൽ വരുന്ന ഒരു സമയമാണ്. നല്ല ഭാഗ്യാനുഭവങ്ങൾ കിട്ടാവുന്ന സമയമാണ്. ലോട്ടറി പോലെയുള്ള കാര്യങ്ങളിൽ ഇവർക്ക് സമ്മാനം അടിക്കാനും, പിന്നെ അതേപോലെ മറ്റേതെങ്കിലും ഭാഗ്യക്കുറികളുണ്ടെങ്കിൽ അതിലൊക്കെ ഇവർക്ക് സമ്മാനങ്ങൾ നേടാനും പറ്റിയ ഒരു മാസമാണ് ഈ മകരമാസം. പ്രതീക്ഷിക്കാതെ ധനം കയ്യിൽ വരുന്ന ഒരു മാസമാണ് ഇവരെ സംബന്ധിച്ച്. അതുകൂടാതെ ശനി 6ൽ നിൽക്കുന്നതിനാൽ ഇവർക്ക് 6ൽ നിൽക്കുന്ന ശനി ദോഷമൊന്നും തരില്ല. അവിടെ 6 ശത്രുദോഷസ്ഥാനം കൂടിയാണ്. അപ്പൊ 6ൽ നിൽക്കുന്ന ശനി ശത്രുദോഷം മാറ്റി തരുന്നതാണ് 6ലെ ശനി.
അതുകൂടാതെ രോഗത്തിന്റെ ഭാവം കൂടിയാണ്. അപ്പൊ രോഗശമനം ഉണ്ടാവുന്നതാണ്. അപ്പൊ ഈ സമയത്ത് ഇവർക്ക് എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടെങ്കിൽ ആ രോഗത്തിന് ശമനം ഉണ്ടാവുകയും ചെയ്യും. രാഹുവിന്റെ 5ലെ നിൽപ്പ് സന്താനങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന നല്ല ഫലം കിട്ടാതെയും വരും. കൂടാതെ മറ്റ് ഗ്രഹങ്ങളുടെ നിൽപ്പനുസരിച്ച് ഈ കൂറുകാർക്ക് ഭൂമി സംബന്ധമായ ഇടപാടുകളിൽ ലാഭം കിട്ടാനായിട്ട് സാധ്യത കാണുന്നുണ്ട്. അതുകൂടാതെ വീട് പണി പൂർത്തിയാക്കാൻ വീട് പണി പൂർത്തീകരിക്കാതെ കിടക്കുന്നവരുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കാനായിട്ടുള്ള ശ്രമം ഈ മാസം ഇവരത് നടത്തും. ഇനി അല്ലെങ്കിൽ ഭൂമി സംബന്ധമായ ഭൂമി മേടിച്ചിട്ടിട്ടുണ്ടെങ്കിൽ ആ ഭൂമിയിൽ ഗ്രഹ നിർമ്മാണം തുടങ്ങാനും ഇവരെ സംബന്ധിച്ച് ഇതിന് അവസരം ഉണ്ടാകുന്നതാണ്. ഈ വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രം വിശാഖം, കാലി, അനിഴം, തൃക്കേട്ട ഈ നക്ഷത്രങ്ങളാണ് വൃശ്ചികക്കൂറിൽ വരുന്നത്. ഇവർക്ക് വേഴം 8ലാണ് നിൽക്കുന്നത്. 8 എന്ന് പറഞ്ഞാൽ അഷ്ടമത്തിലാണ് വേഴം നിൽക്കുന്നത്. അപ്പൊ അഷ്ടമത്തിലെ വേഴം, പക്ഷെ വേഴം നിൽക്കുന്നത് വക്രഗതിയിലാണ്, അതൊന്ന് ഓർക്കണം. അപ്പൊ അഷ്ടമാണെങ്കിലും വേഴത്തിനെ കൊണ്ട് ഗുണാനുഭവങ്ങൾ ഉണ്ടാകാം. ഇവർക്ക് ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ ഇവർക്ക് ഇടവരുത്തുന്ന ഒരു മാസമാണ് ഇവരെ സംബന്ധിച്ച്. 5ലെ ശനിയുടെ നിൽപ്പ് പ്രകാരം സന്താനങ്ങളിൽ നിന്ന് കിട്ടേണ്ട നല്ല കാര്യങ്ങളൊന്നും ഇവർക്ക് കിട്ടാതെ വരും ഈ മാസം. രാഹു 4ലാണ് നിൽക്കുന്നത്. അപ്പൊ രാഹുവിന്റെ 4ലെ നിൽപ്പ് കുടുംബത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. 10ലെ കേതു കർമ്മ തടസ്സങ്ങൾ ഉണ്ടാക്കും. കർമ്മത്തിലാണ് കേതു നിൽക്കുന്നത്. ഒരു പാപഗ്രഹം കർമ്മത്തിൽ നിന്ന് തടസ്സങ്ങൾ ഉണ്ടാകും. ഇതുകൂടാതെ മറ്റ് ഗ്രഹങ്ങളുടെ ആനുകൂല്യത്താൽ ചെറിയ യാത്രകൾ ഈ മാസത്തിൽ ഇവർക്ക് ചെയ്യാൻ ഇടവരും. അല്ലെങ്കിൽ ദൂരയാത്രക്കോ അതുകൂടാതെ വിദേശത്ത് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് വിദേശയാത്രക്കോ ഒക്കെ പോകാനായിട്ട് അവസരം ഈ മാസത്തിൽ വരുന്നതാണ്. അതുകൂടാതെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമവും ഈ മാസത്തിൽ ഇവർ നടത്തുന്നതാണ്. വൃശ്ചികക്കൂർ കഴിഞ്ഞാൽ പിന്നെ ധനുക്കൂറാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടം, കാലി ഈ നക്ഷത്രങ്ങളാണ് ധനുക്കൂറിൽ വരുന്നത്. ഇവർക്ക് വേഴം 7 വക്രഗതിയിൽ നിൽക്കുന്നു. 7ലാണ് ഇവരുടെ വേഴം നിൽക്കുന്നത്. ധനാഗമ മാർഗങ്ങൾ ഇവരുടെ മുമ്പിൽ തുറന്നു വരും. കാരണം വേഴം ധനകാരകനാണ്. അത് 7ൽ കേന്ദ്രസ്ഥാനത്ത് 4, 7, 10 കേന്ദ്രസ്ഥാനത്താണ് നിൽക്കുന്നത്. തീർച്ചയായിട്ടും ചന്ദ്രകേന്ദ്രത്തിൽ വേഴം നിന്നാൽ അവിടെ ഗജരാജ യോഗം, ഗജകേസരി യോഗം എന്ന് പറയും. അപ്പൊ ഇവരെ സംബന്ധിച്ച് ഗജകേസരി യോഗത്തിന് തുല്യമായ കാര്യങ്ങൾ ഈ മാസത്തിൽ വന്നു ചേരുന്നതാണ്. പിന്നെ അതുകൂടാതെ ദാമ്പത്യം 7 എന്ന് പറഞ്ഞാൽ ദമ്പതിമാരുടെ സ്ഥാനം കൂടിയാണ്, ഭാര്യയുടെ സ്ഥാനവും കൂടിയാണ്. അപ്പോ അവിടെ ദാമ്പത്യപരമായ ഐക്യം കിട്ടുന്ന ഒരു മാസമാണ് ഇവരെ സംബന്ധിച്ച്. ജീവിത പങ്കാളിയുമായി അല്ലെങ്കിൽ ജീവിത പങ്കാളിയുടെ മാനസിക പിന്തുണ ഇവർക്ക് കിട്ടുന്ന ഒരു മാസമാണ് മകരമാസം. പിന്നെ ശനി 4ലെ ശനി കുടുംബാംഗങ്ങളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഇവരിൽ ഉണ്ടാക്കും. 4ലെ ശനി കുടുംബാംഗങ്ങൾ തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ ശനി 4ലാണ് നിൽക്കുന്നത്, അതുകൊണ്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൂടാതെ 4 മാതൃസ്ഥാനം കൂടിയാണ്. അപ്പൊ മാതൃസ്ഥാനത്ത് ശനി നിൽക്കുമ്പോൾ മാതാവിൽ നിന്നും ഇവർക്ക് അത്ര ഗുണകരമായ ഒരു സ്നേഹം കിട്ടുകയില്ല, മാതൃസ്നേഹം കുറയും. 3ൽ നിൽക്കുന്ന രാഹു നല്ലതാണ് ഇവരെ സംബന്ധിച്ച്. രാഹു 3ൽ നിൽക്കുന്നു. 3 എന്ന് പറയുന്ന സഹോദരഭാവവും കൂടിയാണ്. അപ്പോ 3ലെ രാഹുവിനെ കൊണ്ട് സഹോദരന്മാരിൽ നിന്നും ഗുണങ്ങൾ ഉണ്ടാകാനായിട്ട് ഇവർക്ക് സാധ്യതയുണ്ട്. കൂടുതൽ സഹോദരൻ ഗുണം കിട്ടാവുന്ന ഒരു സമയമാണ്.
9-ലെ കേതു ചില ഭാഗ്യ തടസ്സങ്ങളും ഇവർക്ക് ഉണ്ടാക്കാം. എന്നാൽ ഈ ചന്ദ്രകേന്ദ്രത്തിൽ വേഴം നിൽക്കുന്നതിനാൽ വേഴം പ്രസാദിച്ചാൽ മറ്റു ഗ്രഹങ്ങളും പ്രസാദിക്കുമെന്ന ജ്യോതിഷ ശാസ്ത്രത്തിലെ പ്രമാണപ്രകാരം മൊത്തത്തിൽ നോക്കുമ്പോൾ ധനുക്കൂറുകാരെ സംബന്ധിച്ച് ഈ മാസം വളരെ നല്ലൊരു മാസമായി തന്നെ കാണാവുന്നതാണ്. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. വാക്കുകളിലൂടെ മറ്റുള്ളവരുടെ ശ്രദ്ധ നേടാനും ഇവർക്ക് കഴിയും. അതായത് നല്ല വാക്സാമർത്ഥ്യത്തോടുകൂടി കാര്യങ്ങൾ ഇവർക്ക് ഈ മാസം മകരമാസത്തിൽ ചെയ്തു തീർക്കാൻ സാധിക്കും. ഞാനിതിവിടെ പറയുന്ന ഈ മകരമാസത്തിലെ ഗോചരപരമായിട്ട് ഓരോ ഗ്രഹങ്ങളും ഓരോ രാശിയിൽ നിൽക്കുന്നതിന്റെ ഗോചരപരമായിട്ടുള്ള ഗോചരഫലമാണ് ഞാനിവിടെ പറയുന്നത്. ഇത് പൂർണ്ണമാകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രഹനിലയും ജന്മസമയവും ജാതകവും കൂടിയൊക്കെ ഒത്തു നോക്കിയാലേ ഇതിന്റെ ഫലം പൂർണ്ണമാവുകയുള്ളൂ. ഇതൊരു സാമാന്യമായ ഫലമാണ് ഞാനിവിടെ പറയുന്നത്. ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.